അപ്പോൾ ഒരു കറി അങ്ങോട്ട് കൊടുക്കണം. സ്വർഗത്തിൽ എളുപ്പത്തിൽ എത്താനുള്ള വഴി എന്താന്ന് വെച്ചപ്പോൾ ഹബീബ നബി എന്താ പറഞ്ഞത്? ഇദാ തബഖ്ത മറഖതൻ ഫഅക്സിർ മാഅഹ, കറി ഉണ്ടാക്കിയാൽ കുറച്ച് കൂടുതൽ ഉണ്ടാക്കുക. തആഹദ് ബിഹാ ജീറാനക, അയൽ വീടുകളിൽ കൊടുക്കുക. ആരോടാ പറഞ്ഞത്? പ്രഗൽഭ ദാക്കിറായ അബൂ ദരീൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനോടാണ് ഹബീബ നബി ഹദീസ് പറയുന്നത് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇദാ തബഖ്ത മറഖതൻ, നീ വീട്ടിൽ കറി ഉണ്ടാക്കണേ, ഫഅക്സിർ മാഅഹ, കുറച്ച് കറി വെള്ളം കൂട്ടി ഉണ്ടായിക്കോ. എന്നിട്ടോ തആഹദ് ബിഹാ ജീറാനക, 4 അയൽ വീട്ട്, അപ്പോൾ അവർക്ക് സമാധാനമായി, സന്തോഷമായി, ആ കറി അവിടെയും കിട്ടി. ഇത്തരം കാര്യങ്ങളിലൊക്കെ ഇത് വളരെ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ റമളാൻ മാസത്തിലാണ്. ഈ റമളാൻ മാസം നമ്മൾ കേരളീയ സാഹചര്യം, ഇന്ത്യൻ സാഹചര്യം എന്നൊക്കെ പറഞ്ഞാൽ ജാതി മതങ്ങളെല്ലാം എല്ലാവരും കൂടി ഒരു കുഴിയിൽ എന്ന് പറയുമ്പോൾ ജീവിക്കുന്നവരാണ്. ഇപ്പം ഞാനടക്കം ഇടം വലമൊക്കെ അന്യ സമുദായക്കാരാണ്. അവർ നമ്മൾ നല്ല കണ്ടീഷൻ, നല്ല രീതിയിലാണ്. ഇനി ഇതൊക്കെ നാശാകാൻ എളുപ്പമുണ്ട്. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ, അതുണ്ടാകരുത്. റമളാൻ മാസമായാൽ, റമളാൻ മാസം എന്ന് ആയാൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കറിയാം ഈ മഗ്‌രിബിന് സമയത്ത് നമ്മൾ വീട്ടിൽ രണ്ടൊരു ഭക്ഷണം ഉണ്ടാവും. എന്താ കുറച്ച് ഭക്ഷണം അവിടെ കൊടുത്തയച്ചാൽ ഒരു അള്ളാഹിൻ്റെ സൃഷ്ടികളല്ലേ, ജാതി മതം എന്ത് അതൊക്കെ റബ്ബ് തീരുമാനിക്കണമല്ലേ, അള്ളാഹിൻ്റെ സൃഷ്ടികളല്ലേ. അവരെ വീട്ടിൽ കുട്ടികളില്ലേ, ഒരു കറി എന്താ